ആ ഓന്തിനെ അങ്ങോട്ട് പിടിച്ചേ. ആരാടാ? എന്താ പറഞ്ഞേ? പറയടാ. ഞാനത് കൊടുത്തിട്ടില്ല. കൊടുക്കാതെ വൈകുന്നേരം ആവട്ടെ, ഒരു 5-5:30 ആകുമ്പോൾ ഞാൻ കൊണ്ടുതരാം. കയ്യിൽ 10 പൈസ ഇല്ല. ഒരു 5 മണി ആവട്ടെ, ഞാൻ കൊണ്ടുതരാം. ശരി. എന്ത് ചെയ്യാനാടാ, വെറുതെ ഇരിക്കുന്നു. നിനക്കെന്താ പരിപാടി? പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, ചുമ്മാ ഇരിപ്പാണ്. കുറച്ച് ക്യാഷ് മറിക്കണ്ടാവോ? വന്നേ. ഞാൻ ചോദിച്ചേട്ടാ, കുറച്ച് ക്യാഷ് മറിക്കണ്ടാവോ? ഒരു 5000 രൂപ ഉണ്ടാക്കണോടോ. ചിറ്റ് കുറച്ച് പേയ്മെന്റ് ചെയ്യാനുണ്ട്. അവനാണെ വിളിച്ചിട്ട് ഒരു പൈസയും കൊടുക്കണം. എന്താ ചെയ്യാ? എടാ, കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. വീട്ടുകാർക്കാണെങ്കിലോ ആകെ പൊച്ച്. ജോലിയും ഇല്ല. വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്താലോ നമുക്ക്? ബിസിനസ് എന്നൊക്കെ പറയുമ്പോ എന്ത് ബിസിനസ് ചെയ്യാ? എടാ, മീൻ കച്ചവടം ചെയ്താലോ? നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കുക, എന്നിട്ട് വിൽക്കാം. മീൻ കച്ചവടമൊന്നും വേണ്ടോ, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഹലോ, പറയടാ. ഇപ്പോഴാ നീ ഒന്നും മിണ്ടാണ്ടിരുന്ന? ഇവിടെ ഒരു പണി ഇല്ലാണ്ടിരിക്കുമ്പോൾ അവൻ്റെ സാധനം നോക്കട്ടെ. ഇവിടെ 10 പൈസ ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് കുടിക്കാൻ സാധനമാണെന്ന്. എവിടെ നിന്ന് ഉണ്ടാക്കാനാണ്? ബീവറേജസ് ഒന്നും ഇല്ലല്ലോ, പിന്നെ എവിടെ സാധനം കിട്ടും? വാറ്റ് പട്ട വേറെ ഇപ്പം എന്താണ് ഉമ്മാർ ചോദിക്കുക? നമുക്ക് വാറ്റ് ചെയ്യാലോ. വാറ്റ് പോലീസ് പിടിച്ച സീനാണ്. പോലീസൊന്നും പിടിക്കലടാ, നമുക്ക് ചെയ്യാം. പൈസ ഉണ്ടാക്കാം. നമുക്ക് മാറ്റാൻ അറിയാം. ഇതിന് സാധനങ്ങൾ ഒരുപാട് വേണമല്ലോ. എന്തൊക്കെ വേണ്ടതെന്ന് നമുക്കറിയോ? ഇപ്പം അറിയാനൊന്നുമില്ലല്ലോ. ഇതൊക്കെ നമുക്ക് യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നേ. പ്രശ്നം ഉണ്ടാവില്ലെങ്കിൽ നമുക്ക് നോക്കാം, ഒരു നോക്കാം. സാധനങ്ങൾ ലിസ്റ്റ് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യും. സാധനങ്ങളൊക്കെ ആരെങ്കിലും മേടിച്ചിട്ട് വരണം കേട്ടോ. ആദ്യം സീനില്ലടോ. നമ്മുടെ കൂട്ടുകാരനല്ലേ, പുള്ളി ടൗണിൽ പോയിട്ടുണ്ട്. പുള്ളിയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കൂടുകയും ചെയ്യും. ജോണാ പറയടാ. ആടാ, ഞാനൊരു ലിസ്റ്റിനാക്കിയിട്ടുണ്ട്, നീ ഒന്ന് എടുത്ത് നോക്കിയേ. ആ ശരി ശരി, ഞാൻ നോക്കാം. ശരി എന്നാ. ആ പറയേ. ഞാനേ ഒരു സാധനം വാട്സപ്പ് ചെയ്തേ. എന്താ പരിപാടി? അല്ല, വാങ്ങിട്ട് വാ. ശരി, കുറച്ച് പരിപാടി ഉണ്ട്. ഓക്കെ ഓക്കെ നോക്കട്ടെ കേട്ടോ. ജയലേ, അതെന്തോ സാധനം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്ക്, വാട്സപ്പിൽ അയച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. ഒരു മിനിറ്റ്, വണ്ടിയുടെ സൈഡിലോട്ട്. എന്താ സംഭവം? എന്താണെങ്കിൽ നമ്മുടെ പിള്ളേർ പറഞ്ഞല്ലേ, വാങ്ങിച്ചിട്ട് പോവാം. നിങ്ങൾ എത്തിയോ? എല്ലാം കിട്ടിയിട്ടുണ്ട്. എന്താ പരിപാടി? എന്താ അതൊക്കെ ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, പോയിട്ട് വാ, വന്നിട്ട് പറയാം. അവരെയും കൂടെ വിളിച്ചടാ. ആ ഹലോ, നീ ആ കൂട്ടുകാരനെ വിളിച്ചിട്ടേ നമ്മുടെ കാട്ടിക്ക് വാ. ചെറിയ പരിപാടി ഉണ്ട്. കുറെ നേരമല്ലോ നിന്നെ വിളിച്ചിട്ട്. നീ ഇപ്പോഴാണ് വരുന്നത്? വന്നേടാ. എന്താ പരിപാടി? കയ്യിലാണെങ്കിൽ 10 പൈസ ഇടി കിട്ടണ പരിപാടിയാണ്. ഞാനില്ലേ ഈ പരിപാടി. നീ അവിടെ നിൽക്ക്, നമുക്ക് റെഡിയാക്കാന്ന്. പോലീസ് പിടിച്ചാൽ നല്ല ഇടി കിട്ടുന്നുണ്ടോ? ഇവിടൊക്കെ ഏത് പോലീസ് വരാനാടാ? നീയായിട്ട് ഇനി പറയാണ്ടിരുന്നാ മതി. നിനക്കെന്തെങ്കിലും അറിയണേ നീ ഒന്ന് നോക്കിയടാ. അതില് ഒന്നും മാറിയടാ, നല്ല ഇളക്കം. ഇതിലൊരു സാധനം ഇട്ടിട്ടില്ലല്ലോടാ. നിനക്കിനി എന്തൊക്കെയാ വേണ്ടേ? ഞാൻ കൊണ്ടുതരാം. നീ ഇവിടെയുള്ള പഴങ്ങളൊക്കെ എടുത്തിട്ട് വന്നേ. ആ ചക്കയ മാങ്ങയാ എന്താ വെച്ച ഉള്ളതൊക്കെ എടുത്തിട്ട് വന്നേ. ആ ഓന്തിനെ അങ്ങോട്ട് പിടിച്ചേ. ഇപ്പൊ ശരിയാക്കി തരാം.
ഓന്താ ആടാ പല്ലിയും മാറ്റിയും പൂച്ചനെ കിട്ടാണ്ട് ഇത് ഇത്തിരി വീരുള്ളൂ. ഒരാഴ്ചക്ക് ഇനി ഇത് ആരും തുടർന്നോട്ടാ. ഇന്നത്തേക്കുള്ളതായില്ലേ, ഇനി നാളെ നോക്കാം നമുക്ക്. കുട്ടിയുടെ ആടാ ആളിപ്പോ വരൂടാ. പുള്ളിയോട് കാര്യം പറഞ്ഞിട്ടുണ്ടോ? ജോണേ എന്താ പരിപാടി? ചെറിയ കുറച്ച് പരിപാടി തന്നെ, കുറച്ച് സാധനം ഉണ്ട് നമ്മുടെ കയ്യില്. എവിടെ നിൽക്കടാ? ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ബെസ്റ്റ്. സാധനമുണ്ട്, എവിടെയെങ്കിലും ഒന്ന് മറക്കണല്ലോ. അത് കുഴപ്പമില്ല, സെറ്റാക്കാം, കൊടുക്കാം. അതെ കൂട്ടാ, ഇത് എത്ര കിട്ടും കിട്ടുന്നുണ്ടോ? നമുക്കൊരു 1000 രൂപയ്ക്ക് പറയാം. 2000 കിട്ടില്ലേ? 2000 കിട്ടും, നമുക്കൊരു 1000 രൂപ. നിങ്ങളെ കാലാണെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്താണ് പരിപാടി? സാധനമൊന്നും കിട്ടാല്ല. ടൗണിൽ കണ്ടിട്ടുണ്ടല്ലടാ, നീ ഏതാണ്? നീ പണ്ട് ബൈക്കിൽ നിർത്താൻ പോയാണല്ലടാ. നിന്നെ ഒരു പ്രാവശ്യം കഞ്ചാവ് കേസിന് പിടിച്ചിട്ടില്ലടാ. എന്ത് ചെയ്തിട്ടില്ലെന്ന്? എന്ത് പാറ്റില്ല? ചെറുതായിട്ടാ എടുക്ക്, തൊണ്ടി സാധനങ്ങൾ മൊത്തം എടുക്ക്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യും പറയില്ലേ? പുറത്തറിഞ്ഞാൽ നാണക്കേടാണ്. പുറത്തൊന്നും അറിയില്ല, നാളെ പത്രത്തിൽ വരും, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യുന്ന എന്ത് പൈസ ഒന്നും നടക്കില്ല. എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും ഒഴിവാക്കാം, പൈസ എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാം. പുറത്തറിഞ്ഞാൽ നാണക്കേടാണ്, എന്തെങ്കിലും പൈസ കൊടുത്ത് ഒഴിവാക്കാം. എവിടെ നിങ്ങളൊക്കെ കിട്ടുമോ നോക്കാം, എവിടെ നിന്ന് കിട്ടും ഒഴിവാക്കുക. നാണക്കേടാണ്. നാട്ടിലറിയും വീട്ടിലും അറിയും. അതെ, എന്താണെങ്കിലും സംസാരിച്ച് നോക്കാം നമുക്ക്. സാറേ ഇതേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ ഇനി മേലെ ഇമാതിരി തൊട്ടിത്തരമായിട്ട് ഇവിടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ ഒരുത്തനെ ഇവിടെ കാണില്ല, മനസ്സിലായല്ലോ? ആ കുപ്പി വാങ്ങണം അവിടെ കൊണ്ട് വെക്കണേ. കുപ്പി വെച്ച് ബാക്കി എല്ലാ സാധനം എടുത്ത് എല്ലാവരും വീട്ടിൽ പോക്കോ. പൈസയും പോയി, സാധനവും പോയി. സാധനം പോയിട്ടില്ല. വീട്ടില് ഇത്ര കൊതുകില്ലാട്ടാ. അതെ, ഇയാളിപ്പോ എന്തിനാ എന്നെ വിളിക്കണേ? ഹലോ, ആ പറയട്ടാ. ഇല്ലില്ല, ഞാനിവിടെ വെറുതെ ഇരിക്കില്ല, പണിയൊന്നുമില്ലല്ലോ. ആ ഏത് പിള്ളേര്? മറ്റേതാ? ഉറപ്പായിരിക്കും, അതിന് തന്നെ ആയിരിക്കുമോ? ഇല്ല, നിങ്ങൾ വേറെ ആരെയും വിളിച്ച് പറയരുത് കേട്ടാ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. ആരടാ? അത് നമ്മുടെ മറ്റേ കടയിലെ ജോർജ് ചേട്ടനില്ലേ, ടൗണിലെ, അങ്ങനെ വിളിച്ചത്. മേലെ പറഞ്ഞ പിള്ളേരില്ലേ അവിടുത്തെ, അവന്മാരെന്തോ ശർക്കരയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആള് പറയണതേ മാറ്റേണ്ട ഫുള്ള് സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെന്നാ പറയണത്. അതെ, അപ്പൊ മാറ്റാനായിരിക്കും തോന്നുന്നുണ്ട്. നോക്കിയല്ലോ നമുക്കൊന്ന്. അവര് വാട്ടട്ടാ, ഒരു പണിയുണ്ട്. അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. പോലീസ് എന്നൊക്കെ പറയാം. പിന്നില്ലാതെ മഫ്തി പോലീസൊക്കെ ഇങ്ങനെയല്ലേ വരുന്നത്? ഒരു 10 കിട്ടി. നമുക്കൊരു 10 രൂപയ്ക്ക് ഇത് വിൽക്കാനുള്ളത് ഉണ്ടാവും. അതെ അതെ, 19-20 ലാഭമായി. ഇനിയിപ്പോ എന്താ നമ്മൾ അടുത്ത പോലീസ് ആവണേ?
ആവാടാ ഫോൺ